സൂപ്പർ സാറാണ്. നമ്മുടെ +2 മോഡൽ എക്സാം മാത്തമാറ്റിക്സ് നാളെയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാനുള്ള കണ്ടന്റ് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്ക് ഉടൻ തന്നെ പബ്ലിക് എക്സാമിലോട്ട് കയറും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം മീൻസ് മാത്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആകെ ഉള്ളത് 13 ചാപ്റ്റേഴ്സാണ്. ഈ 13 ചാപ്റ്റേഴ്സിനെ എന്തായാലും നമുക്ക് മുഴുവനായിട്ടും നാളത്തേക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്തായാലും അത്യാവശ്യം ഒന്ന് എഴുതണം. മിക്കയിടത്തും പേപ്പർ കിട്ടാനുള്ള സാധ്യത കുറവാണ്. മീൻസ് ഇത് വാല്യൂ ചെയ്ത് ടീച്ചേഴ്സ് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. പിന്നെ ചില സ്കൂളുകളിൽ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്, പക്ഷെ കുട്ടികൾ പോയി വാങ്ങാറില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് മീൻസ് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് പല കുട്ടികളും ഒരു ഒഴുക്കം മട്ടിൽ വളരെ ലേസി ആയിട്ടായിരിക്കും ഇത് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കൊക്കെ കുറവായിരിക്കും അവർക്കറിയാം. എന്നാലും നമുക്കൊരു പബ്ലിക് എക്സാമിന് മുൻപുള്ള ഒരു എക്സാമാണ്. ഒന്ന് തയ്യാറെടുപ്പ്, ഒരു ചെറിയ ഒരെണ്ണം ഒന്ന് പോയാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഈ 13 ചാപ്റ്റേഴ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സിനെ പഠിക്കാമല്ലോ. കുറച്ച് ചാപ്റ്റേഴ്സിനെ ഒന്ന് പഠിക്കുക, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഈ വർഷത്തെ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2കാർക്ക് മാത്സിന് ഏകദേശം 4 ദിവസം ഫുൾ അവധിയുണ്ട്. ഈ 4 ദിവസം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മോഡൽ എക്സാമിന് വേണ്ടി കുറച്ച് ചാപ്റ്റേഴ്സിനെ നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രം നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക, പോയി എക്സാം എഴുതുക. ഓക്കെ, മറ്റുള്ള വല്ല ഓർത്ത് പഴയത് വല്ല ഉണ്ടെങ്കിൽ നമ്മുടെ വല്ല കിടപ്പുണ്ടെങ്കിൽ അത് നോക്കി ഓർത്ത് എഴുതാം. അല്ലാത്തത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് എഴുതുക. അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ചാപ്റ്റേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ മെട്രിക്സ് തന്നെ സെലക്ട് ചെയ്യുക. അതങ്ങ് തീർത്ത് വെക്കാനും എളുപ്പമാണ്. ഒരു എക്സാമിന് ആയതുകൊണ്ട് പ്രയോജനം ചെയ്യും. അപ്പൊ നിങ്ങൾ മെട്രിക്സ് പഠിക്കുക. മെട്രിക്സ് പഠിക്കുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്കറിയാം പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ളത് സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് എന്നുള്ളതും ട്രാൻസ്പോസും അങ്ങനെയുള്ള കുറച്ച് പിന്നെ ആദ്യത്തെ കുറച്ച് ഇക്വേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, എക്സ് വൈ കണ്ടു. അത് മാത്രം കൊണ്ട് പഠിച്ചങ്ങ് വിട്ടേക്കണം. പിന്നെ അവനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് അടുത്ത ചാപ്റ്ററിൽ കയറുക. ഡിറ്റർമിനൻസിനോട് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്, 6 മാർക്സിന്റെ സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. അത് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ 6 മാർക്സ് കിട്ടും. അതങ്ങ് പഠിച്ച് വെച്ചത് ഇനി എക്സാം ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനു വേണ്ടി ടൈം കളയണ്ട. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിന് നമുക്ക് ആദ്യം തന്നെ ഉറപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ 2 ചാപ്റ്റേഴ്സ് ഏകദേശം ഒരു 11 13 മാർക്കൊക്കെ നമുക്ക് ഇല്ലത്തുണ്ട് കേട്ടോ. അപ്പൊ അവനൊന്നും അത്രയും വാങ്ങണം. പിന്നെ നമ്മുടെ എൽ പി പി എല്ലാവർക്കും അറിയാവുന്നുണ്ട്, നോക്കാറില്ല, എനിക്കറിയാം. അപ്പൊ എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ എന്തേലും എന്നുള്ളത് മാറ്റി ക്ലിയർ ആയിട്ട് എല്ലാ ടൈപ്പും അതിനകത്ത് പഠിച്ച് വൃത്തിയായിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ കൂടെ പഠിച്ചു നിർത്തണം. അല്ലാതെ എന്തൊക്കെയെങ്കിലുമൊക്കെ എഴുതാം, അതാ പല കുട്ടികളുടെയും മനസ്സിലിരിപ്പ്. എന്തെങ്കിലുമൊക്കെ ഒരു ടേബിൾ വരച്ച് ഒരു ഗ്രാഫൊക്കെ വരയ്ക്കാം, അതങ്ങ് വിട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ 6 മാർക്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. 6 മാർക്ക് അതിനകത്തൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ അവിടുന്ന് നിങ്ങളങ്ങ് ഉറപ്പിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വെക്ടേഴ്സ് പഠിക്കുക. വെക്ടേഴ്സിനുള്ളിൽ നിന്നും ഒരു 7 മാർക്കോ 6 മാർക്കോ ഒക്കെ കിട്ടും. പിന്നെ 3D കൂടെ ഒക്കെ പഠിക്കുക. ഓക്കെ, ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോവുക. ഇത് മതി. ഇപ്പോഴത്തെ ഒരു മോഡൽ എക്സാമിന് ഇത്ര സമയത്തിനുള്ളിൽ ഈ മോഡൽ എക്സാമിന് ഇത്രയൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. മറ്റുള്ള അല്ലാതെ അവിടെ ഇവിടെ എല്ലാം കൂടെ പോയി ഇന്റഗ്രേഷൻ 2 ചോദ്യം, ഡിഫറൻസിയേഷൻ 2 ചോദ്യം, ആപ്ലിക്കേഷൻ ഒന്നും അറിയത്തില്ല, ഏത് ചോദ്യമാണെന്നൊന്നും പഠിക്കേണ്ട അറിയത്തില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിച്ചുകൊണ്ട് പോകാം. ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. ഇതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം എഴുതാനുള്ള സമയം കിട്ടും, എഴുതാനുള്ള കാര്യങ്ങളും കിട്ടും. മറ്റുള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വെച്ചുകൊണ്ട് ഓർമ്മയുണ്ടെങ്കിൽ എഴുതുക. അല്ലെങ്കിൽ ഇപ്പോഴേ കൂടുതൽ സമയം അതിനുവേണ്ടി കളയണ്ട. കാരണം ഇനിയിപ്പോൾ ടൈം ഇല്ല. ഇതിനിടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്തുള്ള നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് വരും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ റിവിഷൻ ക്ലാസ് ആണ്, എക്സാമിന് വേണ്ടിയുള്ള ലാസ്റ്റ് മൊമെന്റുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട രീതിയിലുള്ള ക്ലാസ് ആണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തേത്. ഓക്കെ, വേറെ ഒന്നുമേ വേണ്ട. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.